ഹലോ ഡിയേഴ്സ്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. പുതിയ ബുക്കാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ പാരലൽ ലൈൻസിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കാണുക. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തത് എന്താണ്, പാരലൽ ലൈൻസിനെ കുറിച്ച് എടുത്തു അല്ലെ. ഇനി ഇവിടെ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ എടുത്തു അല്ലെ. കോ ഇന്റീരിയർ ആംഗിൾസ് എന്താ, കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്താന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇനി നോക്കൂ, അനദർ ക്വസ്റ്റ്യൻസ്, വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അനദർ ക്വസ്റ്റ്യൻ, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഔട്ടർ ആംഗിൾസ് ഇൻ ദ ഗിവൺ പാരലോഗ്രാം, അതർ ആംഗിൾസ് ഇൻ ദ ഗിവൺ പാരലോഗ്രാം. എന്താണ്, ഈ പാരലോഗ്രാമിലുള്ള മറ്റേ ആംഗിൾസ് ഒക്കെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഈ ആംഗിൾ കാണണം അല്ലെ, പിന്നെ ഈ ആംഗിൾ കാണണം, ഈ ആംഗിൾ കാണണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണുക? ഇവിടെ ഫസ്റ്റ് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ് തന്നിരിക്കുന്നത്? 55 ഡിഗ്രി ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. To determine this, we shall look at the angles of intersection of the left side with the top and bottom parallel lines അല്ലെ. അപ്പൊ എന്താ, ഇവിടെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 55 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നീട്ടി വരയ്ക്കുക അല്ലെ. ഇത് നീട്ടി വരയ്ക്കുക, അതേപോലെ ഇതും നീട്ടി വരയ്ക്കുക. അപ്പൊ രണ്ട് പാരലൽ ലൈനിനെ ഒരു ലൈന് ഇന്റർസെക്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഈ പോയിന്റ് നീക്കി കൊണ്ടുവന്നാൽ എന്താണ്, ഈ 55 ആയിരിക്കും ഈ മുകളിൽ ഈ അളവ് വരുന്നത് അല്ലെ. അങ്ങനെ ആകുമ്പോ ഈ അളവ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാ 180 എന്താണ്, ഈ 55 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ആ അളവ് കിട്ടും അല്ലെ. അതാ 125 ഡിഗ്രിയാണ് ഇവിടെ കിട്ടുക അല്ലെ. അപ്പൊ 55 ഡിഗ്രി ഇവിടെ കിട്ടി, ഇവിടെ 125 ഡിഗ്രി എന്നും കിട്ടി. ഓക്കെ, അപ്പൊ 180 എന്താണ്, ഈ 55 ഡിഗ്രി അങ്ങ് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 125 നമുക്ക് കിട്ടും. എന്താണ് ഇവിടെ ചെയ്ത് നോക്കൂ, ഇവിടെ ഈ ലൈന് നീട്ടി വരച്ചു അല്ലെ. അപ്പൊ എന്താ, ഇത് പാരലൽ ലൈനായി അല്ലെ. ആ പാരലൽ ലൈനിനെ വേറൊരു ലൈന് ഇന്റർസെക്ട് ചെയ്തു അല്ലെ. അപ്പൊ എന്തായി, ഈ ആംഗിളും ആണ് സെയിം അല്ലെ. പിന്നെ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഇത് 55 കിട്ടിയാൽ നമുക്ക് 180 ഇതങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ 125 കിട്ടി. ഇനി മറ്റേ ഭാഗങ്ങൾ എങ്ങനെ കാണുക? ഇത് നോക്കൂ, ഇവിടെ ഈ ലൈന് നേരെ ഇതും പാരലൽ ലൈൻ ആക്കി, ഇത് നീട്ടി വരച്ചപ്പോ ഇത് പാരലൽ ലൈൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇത് 55 ആണെങ്കിൽ എന്താണ്, ഇത് 55 ആയിരിക്കും അല്ലെ. അപ്പൊ ഇപ്പുറത്തുള്ളത് കിട്ടിയ എങ്ങനെയാണ്, 180 ഈ 55 കുറച്ച് എത്ര, 125 ഇവിടെ കിട്ടും അല്ലെ. ഓക്കെ, 125 കിട്ടി. അതാണ് ഇവിടെ 125 അല്ലെ. അങ്ങനെയാണ് ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക, അതേപോലെ ഒന്ന് നമ്മൾക്ക് ഇതാക്കുക അല്ലെ. അപ്പൊ എന്താണ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 55 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടുക, 55 ഡിഗ്രി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അപ്പൊ ഇത് രണ്ടും എന്തായി, പാരലൽ ലൈനായി അല്ലെ. അതിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ് അല്ലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ, അപ്പൊ ഇത് 125 ആവുമ്പോൾ ഇത് 125 ആയി അല്ലെ. അപ്പൊ ഇത് എത്രയായിരിക്കും, 180 ഈ 125 കുറച്ചാൽ എത്രയാണ് നമുക്ക് കിട്ടുക, 55 കിട്ടും അല്ലെ. എത്രയാണ്, 55 ഡിഗ്രി കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് ഈ പാരലൽ ലൈനെ ഇന്റർസെക്ട് ചെയ്തിട്ട് നമ്മൾ നീട്ടി വരച്ചാൽ എന്ത് കിട്ടും, ഇങ്ങനെ ഈ ആംഗിൾസ് കിട്ടും. ഈ 125 ആയിരിക്കും ഇവിടെ 125 അല്ലെ. ഇത് ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരച്ചാൽ നമുക്ക് കിട്ടും, ഫോർത്ത് ആംഗിൾ ഇതുപോലെ കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, now try these problems. ഈ പ്രോബ്ലം ട്രൈ ചെയ്യാനാ പറഞ്ഞിരിക്കുക. ഡ്രോ ദ പാരലോഗ്രാം ബിലോ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ഈ താഴെ തന്നിരിക്കുന്ന ഈ പാരലോഗ്രാം നിങ്ങൾ എന്താണ്, ഈ മെഷർ വെച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുക? ആദ്യം നമ്മൾ വരയ്ക്കുക എങ്ങനെയാണ്, ആദ്യം 5 സെന്റിമീറ്ററിലൊരു ലൈൻ വരയ്ക്കുക. 5 സെന്റിമീറ്ററിന് ആദ്യം ഒരു ലൈൻ സ്കെയിലും പെൻസിലും എടുത്തിട്ട് 5 സെന്റിമീറ്ററിന് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ എഴുതുക 5 സെന്റിമീറ്റർ എന്ന് എഴുതുക. ഇനി നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താക്കാണ്, 60 ഡിഗ്രിയിൽ നിങ്ങൾ മെഷർ ചെയ്തിട്ട് എന്താണ് പോയിന്റ് ചെയ്തിട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഇവിടെ 60 ഡിഗ്രി എന്ന് എഴുതുക. ഇവിടെ എന്താക്കുക, ഇവിടെ 60 ഡിഗ്രി എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ പിന്നെന്താണ് 3 സെന്റിമീറ്ററിൽ എന്താണ് സ്കെയിൽ വെച്ച് അളന്നിട്ട് അവിടെ ഒരു പോയിന്റ് ഇടുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താക്കുക, ഇവിടെ താഴെ 5 സെന്റിമീറ്ററിലിരുന്നു. അപ്പൊ ഇവിടെ എന്താക്കുക, അത് 5 സെന്റിമീറ്ററിൽ നീട്ടി വരയ്ക്കുക. ഓക്കെ, 5 സെന്റിമീറ്ററിൽ നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതങ്ങ് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ പാരലോഗ്രാം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് മായ്ച്ച് കളയാം. മുകളിൽ ചിലപ്പോൾ നമ്മൾ 60 ഡിഗ്രിയിൽ എടുത്തപ്പോൾ ഇവിടെ കുറച്ച് നീട്ടി വരച്ചിട്ടുണ്ടാവും അല്ലെ, അത് മായ്ച്ച് കളയാം. അപ്പൊ നമുക്ക് എന്താക്കി, ഈ അളവിലുള്ള പാരലോഗ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, 3 ആംഗിൾസും എന്താണ്, ബാക്കിയുള്ള 3 ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 3 ആംഗിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അപ്പൊ ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയായിരിക്കും,
അതാണ് നമുക്ക് കാണേണ്ടത്. എത്രയായിരിക്കും പറഞ്ഞേ? അപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇത് എന്താണ് നീട്ടി വരച്ചാൽ ഇങ്ങനെ ഇത് നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് പാരലൽ ലൈൻ കിട്ടി അല്ലേ? ഇതാ ഇത് നീട്ടി വരയ്ക്കുക. ഇതിന് പാരലായിട്ട് ഇതാ ഈ ലൈനും വന്നു അല്ലേ? ഇതാ ഈ ലൈനും പാരലായിട്ട് ഈ ലൈനും വന്നു അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഇത് ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നീട്ടി വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായി? ഇതും എന്തായി? 60 ഡിഗ്രി ആയി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? എത്രയായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ? ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 60 കുറയ്ക്കുക അല്ലേ? അപ്പം 180 60 കുറച്ചാൽ എത്രയാണ്? 120 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എത്രയാണ്? 120 എന്ന് ഇല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എന്താണ്? സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് എന്താണ്? 120 ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 60 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ച മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ്? ഈ ആംഗിൾസൊക്കെ നമുക്ക് എന്താക്കും? കിട്ടിയിരിക്കും കേട്ടോ. ഇവിടെ 120 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും ഇവിടെ എന്താണ്? 120 ഡിഗ്രിയും ഒക്കെ കിട്ടിയിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ നീട്ടി വരയ്ക്കാതെ തന്നെ നമുക്ക് അറിയാനുള്ള വഴി എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും. ഇവിടെ എന്താണോ ആംഗിൾ ആ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെയും വരിക കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ബ്ലൂ ലൈൻസ് ദ ഫിഗർ ആർ പാരലൽ. എന്താണ്? മുകളിലുള്ള ഈ ലൈനും അതുപോലെ താഴെയുള്ള ഈ ബ്ലൂ ലൈൻ എന്താണ്? പാരലൽ ലൈനാണ്. ഫൈൻഡ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ ഗ്രീൻ ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് ഗ്രീൻ ലൈൻസിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 40 ഡിഗ്രിയാണ്, ഇവിടെ 50 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെയുള്ള ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇതിന് പാരലായിട്ട് ഈ ലൈനിന് പാരലായിട്ട് നമ്മൾ എന്താക്കുക? ഇതിലൂടെ നമുക്കൊരു ലൈൻ വരയ്ക്കാം പാരലായിട്ട്. ഇതിന് പാരലായിട്ട് നമ്മൾ എന്താക്കി? ലൈൻ വരച്ചു അല്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ പഠിച്ച സംഭവങ്ങളാണ് അല്ലേ? പാരലാണെങ്കിൽ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്താണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നീട്ടി ഇങ്ങോട്ട് ഈ ലൈനെ കുറച്ച് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നീട്ടി വരച്ചല്ലോ അല്ലേ? ഇനി ഇത് 40 എന്താണ്? ഇത് 40 ഓക്കെ, ഇത് 40 ആണെങ്കിൽ ഈ ഭാഗം 40 ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് 40 ഡിഗ്രി. ഓക്കെ, ഇത് 40 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതല്ലേ? അപ്പോൾ ഇത് എത്രയാണ്? ഇത് 40 ഡിഗ്രി ആയി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ ഈ ആംഗിൾ എന്ത് കിട്ടി? നമുക്ക് ഇവിടെ 40 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ 40 ഡിഗ്രിന്ന് ഈ ആംഗിൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 40 ഡിഗ്രിന്ന് കിട്ടി അല്ലേ? ഈ ആംഗിളാണ് നമുക്ക് 40 ഡിഗ്രി കിട്ടിയത്. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഈ ആംഗിൾ നമുക്ക് കിട്ടാം. ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് 50 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്താക്കാം? ഇത് നീട്ടി ഇത് വരച്ചു നോക്കാം. ഇത് നീട്ടി ഇങ്ങോട്ടേക്ക് വരച്ചു നോക്കുക. പാരലായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എന്താക്കി? ഇത് 50 ആണെങ്കിൽ ഇത് ഇങ്ങനെ നേരെ പോയാൽ ഇത് എന്തായി? ഇത് 50 ആയി അല്ലേ? ഇത് 50 ആവുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റിലാണ് ഈ ആംഗിൾ എത്ര ആയി? ഇതും 50 ആയി അല്ലേ? അപ്പോൾ അതെത്രയാണ്? ഇത് 50 വന്നു അല്ലേ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താണ്? സെയിം ആണ് അല്ലേ? മനസ്സിലായില്ല? ഇതിൻ്റെ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇത് നീട്ടി വരച്ചു. നമ്മൾ പാരലായിട്ട് ഒരു എന്താണ് ഇന്റർസെക്ട് ചെയ്തിട്ടുള്ള ഒരു ലൈൻ വരച്ചു. ഇതിന് പാരലായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഈ എന്താണ്? ഈ 50 ആണെങ്കിൽ ഇതിന് നേരെ നമ്മൾ മുകളിൽ ഇവിടെ ഇരുന്ന് ഇവിടെ എന്തായിരിക്കും? 50 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇതും 50. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് 50. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്ര ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് എത്രയായിരിക്കും? ഇത് മൊത്തം ഇതിൻ്റെ ഇവിടം വരെ എന്താണ്? 40, ഇവിടുന്ന് ഇങ്ങോട്ടേ 50 ആണ് അല്ലേ? അപ്പോൾ ഇത് മൊത്തം എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? ഇവിടെ 90 ഡിഗ്രിയാണ് അല്ലേ? 90 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? ഈ മൊത്തമുള്ള ഈ പച്ച ഇതിൻ്റെ ഈ ആംഗിൾ വരുന്നത് എത്രയാണ്? 90 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പോൾ 90 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ വി
The pair of lines slanted to the left are parallel. എന്താണ് ഈ ഫിഗറിൽ ഈ പെയർ ഓഫ് ലൈൻസ് സ്ലാൻഡഡ് ഇത് എന്താണ് പാരലൽ ആണെന്ന് പറഞ്ഞത് അല്ലേ. ആൻഡ് ഓൾസോ ദ പെയർ ഓഫ് ലൈൻസ് സ്ലാൻഡഡ് ടു റൈറ്റ് അല്ലേ. ലെഫ്റ്റിലുള്ള ഈ വരയും ഏതൊക്കെ വരകളാണ് പറഞ്ഞിരിക്കുന്നത്? ഇതാ കാണിച്ചു തരാം. ഇതാ ഈ വരയും അതുപോലെ ഈ വരയും എന്താണ് പാരലൽ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ് ഇതാ ഈ വരയും എന്താണ് പാരലലാന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായില്ല പാരലലാന്നുള്ളത് പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഡ്രോ ദിസ് ഫിഗർ, ഈ ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരയ്ക്കുന്നത്? അപ്പൊ നമ്മൾ വരയ്ക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു സ്ലാൻഡേർഡ് ലൈൻ വരയ്ക്കുക. സ്ലാൻഡേർഡ് ലൈൻ വരച്ചിട്ട് ഓക്കെ, ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കുക അങ്ങോട്ടേക്ക്. ഈ ലൈൻ ആദ്യം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് പ്രൊട്രാക്ടർ എടുത്തിട്ട് 40 ഡിഗ്രിയിൽ അളന്നിട്ട് ഇവിടേക്ക് ഇതാക്കുക. ഓക്കെ, ദെൻ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്ററിൽ നമ്മൾ എന്താക്കുക അളന്നെടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതും 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താണ് ഇത് 40 ഡിഗ്രി ആണെങ്കിൽ 40 ഡിഗ്രി അല്ലേ. അപ്പം നമ്മൾ എന്താക്കുക 40 ഡിഗ്രി എടുത്തിട്ട് വരയ്ക്കുക കേട്ടോ ഈ ചിത്രം. ഓക്കെ, ഇനി അടുത്തത് ട്രയാങ്കിൾ സം ആണ് കേട്ടോ. ലുക്ക് അറ്റ് ദിസ് ഫിഗർ, ഈ ഫിഗർ ഒന്ന് നോക്കിയേ. 40 ഡിഗ്രിയിൽ എന്താണ് രണ്ട് പാരലൽ ലൈനിൽ അല്ലേ ഇത് 40 ഡിഗ്രി വെച്ചു അല്ലേ. ഇനി ഈ 40 ഡിഗ്രി എന്താണ് നമ്മൾ എന്താക്കി ഈ പാരലൽ ലൈന് വരച്ചതിന് ശേഷം എന്താണ് ഇത് ഈ ടോപ്പിലുള്ള ഈ ആംഗിൾ 140 ആണ്. അപ്പൊ 140 വരുമ്പോൾ എന്ത് വരുന്നത്? രണ്ടും പാരലൽ ലൈൻ ആവുന്നത്. ഇനി 140 കുറച്ച് പോവുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ എന്താണ് 60 ഡിഗ്രി കുറച്ച് ഇങ്ങോട്ട് എടുക്കുക വിചാരിച്ചോ. അങ്ങനെ ആവുമ്പോൾ എന്താക്കും ഈ ലൈന് എന്താ കൂട്ടിമുട്ടും. കണ്ടോ, 60 ഡിഗ്രി കുറച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്. 140 60 കുറച്ച് എത്ര 80 ഡിഗ്രിയിലാണ് എന്ത് വരുന്നത് നമ്മൾ എടുത്തതെന്ന് വിചാരിച്ചോ. അങ്ങനെ ആവുമ്പോൾ ഇത് എന്ത് കിട്ടി? നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി അല്ലേ. അങ്ങനെ ആവുമ്പോൾ ഇവിടെ 40 ഡിഗ്രിയും ഇത് 80 ഡിഗ്രിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തത് എത്രയായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? ഇതാ നോക്കൂ, അപ്പൊ നമുക്ക് അറിയാം അല്ലെ, ഇത് പാരലൽ ലൈൻ ആണെങ്കിൽ ഇത് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഈ ആംഗിൾ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇതെന്താണ് ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് 60 അല്ല എന്താണ് 60 ഡിഗ്രി അല്ലെ. ഇവിടെ മുകളിൽ ഇവിടെ മുകളിൽ എന്താണ് 80 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 140 ആണ് നമ്മൾ എടുത്തിരുന്നത് അല്ലെ. അപ്പൊ 60 കുറയ്ക്കുമ്പോൾ എന്താണ് ഇവിടെ 80 ഡിഗ്രി ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 80 ഡിഗ്രിയും കിട്ടി, ഇവിടെ 40 ഡിഗ്രിയും കിട്ടി. അങ്ങനെ ആവുമ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം എന്ത് ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ ഇത് പാരലൽ ലൈനാണ് ഇതും അല്ലെ, അതിന് ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനാണ് ഇത് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഇത് 60 ആണെങ്കിൽ ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതും 60 ഡിഗ്രി കണ്ടോ. ഇനി നമുക്ക് എന്താണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ആംഗിളിന്റെ, അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ, ഏത് ട്രയാങ്കിളും നിങ്ങൾ എടുത്തോ, ഈ 3 ആംഗിളും കൂടി കൂട്ടിയാൽ അതിന്റെ തുക എന്ന് പറയുന്നത് 3 ആംഗിളും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് നമുക്ക് എത്ര അറിയോ? 180 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? 180 ഡിഗ്രി ആണെന്ത് ഈ 3 ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുക. ഓക്കെ, ഏത് ട്രയാങ്കിൾ നിങ്ങൾ എടുത്തോ അതിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താണ് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അതാണ് അതിന്റെ നിയമം. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ എന്താണ് 180 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, ഇനി ലുക്ക് അറ്റ് ദിസ് ഫിഗർ, ഈ ഫിഗർ നോക്ക്. ഇത് 50 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആവുമ്പോൾ ക്യാൻ യു കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ മറ്റേ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക? ഇവിടെ നോക്കൂ, ക്യാൻ യു കാൽക്കുലേറ്റ് ഇൻ ദിസ് പ്രോബ്ലം ദ റൈറ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ വാസ് ഗോട്ട് ബൈ ഡ്രോയിങ് എ സ്ലാൻഡഡ് ലൈൻ ഇൻസ്റ്റെഡ് ഓഫ് ദ പാരലൽ ലൈൻ. ലെറ്റ് us think in the reverse. നമ്മൾ നേരത്തെ പഠിച്ച മാതിരി എന്താണ് ഇത് റിവേഴ്സ് ആക്കി ചെയ്തു നോക്കുക. അത് നേരത്തെ നമ്മൾ എന്താണ് ഈ പാരലൽ ലൈനിനെ നമ്മൾ എന്താക്കി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു ട്രയാങ്കിൾ ആക്കി അല്ലെ. ഇത് നമ്മൾ എന്താ ചെയ്യുക, ട്രയാങ്കിളിനെ നമ്മൾ എന്താക്കുക പാരലൽ ലൈൻ ആക്കി വെക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടും അല്ലെ. അപ്പൊ ഇത് എത്രയാണ്? 130 ഡിഗ്രി ആയിരിക്കും അല്ലെ. എങ്ങനെ കിട്ടുക? നമുക്കറിയാം, അത് 100 വരച്ച് നോക്കിയാൽ അറിയാം അല്ലെ. ഈ ഭാഗം എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ എന്താക്കുക 150 ഈ 50 കുറച്ച് 180 50 കുറച്ചാൽ 130 കിട്ടും അല്ലെ. അപ്പം നമുക്ക് എന്താക്കി ഇത് 130 കിട്ടി. അങ്ങനെ ആവുമ്പോൾ എന്താണ്
നമുക്ക് ഈ ഇത് രണ്ടും കൂടി കൂട്ടിയതാണല്ലോ 130. അപ്പൊ ഈ ആംഗിൾ ആയിരിക്കും എന്ത് ഇത് വരുന്നത് അല്ലേ. അപ്പൊ എന്താണ് അങ്ങനെ വരുമ്പോ നമുക്ക് എന്താണ് 100. അപ്പൊ എന്താണ് ഇത് 180 3 കൂടി കൂട്ടിയാൽ 180 കിട്ടും അല്ലെ. അപ്പൊ ഈ ആംഗിൾ ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ 50 അല്ല 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. ഇവിടെ ഇപ്പൊ 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഈ 50ന്റെ സ്ഥാനത്ത് 60 ആണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? 180 ഈ 60 കുറച്ചിട്ട് 120 കിട്ടും അല്ലെ. എന്നിട്ട് ആ രണ്ടിന്റെ ആംഗിൾ, ഈ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഇത്രയാണ് 120 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ 3 ആംഗിളും അല്ലെ, ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് കിട്ടുക. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. എല്ലാ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസിന്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെ. ട്രയാങ്കിളിന്റെ 3 ആംഗിൾ ആണുള്ളത്. ആ 3 ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് എപ്പോഴും നമുക്ക് ഇനി വലിയ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രയാങ്കിളിന് 3 ആംഗിൾ ഉണ്ട്. ആ 3 ആംഗിളും കൂടി കൂട്ടിയാൽ അതിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നൗ ട്രൈ ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലം നോക്കുക. 1 ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 40 ഡിഗ്രി. അത് നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലേ എങ്ങനെയാണ് അല്ലെ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ? എന്താണ് 1 ഇത് അല്ലെ, അതായത് 1 ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. 1 ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലെ. റൈറ്റ് ട്രയാങ്കിളിൽ 1 ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. അത് നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഇനി ഇവിടെ പറഞ്ഞ എന്താണ്? 1 ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു ഡിഗ്രി എന്താണ്? ഒരു ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് 40 ഡിഗ്രി എടുക്കാം. ഓക്കെ, ഇത് 40 ഡിഗ്രി എടുക്കാം. ഓക്കെ, ഇത് 40 ഡിഗ്രി എടുത്ത്. ഓക്കെ, ഇത് 40 ഡിഗ്രി എടുത്തു. അങ്ങനെ ആവുമ്പോൾ വാട്ട് ഈസ് എ മെഷർ ഓഫ് ആംഗിൾ അതർ ദാൻ ദ റൈറ്റ് ആംഗിൾ? ഈ റൈറ്റ് ആംഗിളിന്റെ മറ്റേ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്ത്, ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രിയാ കിട്ടുക എന്നറിയാം അല്ലെ. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി കൂട്ടി, ഈ മറ്റേ തന്നിരിക്കുന്ന 2 ആംഗിളും കൂടി കൂട്ടിയത് ഈ 180 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ ഇവിടെ 90യും 40 ആണ് അല്ലെ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 130 കിട്ടും അല്ലെ. ആ 130നെ 180 കുറയ്ക്കുക അല്ലെ. അപ്പൊ 180 മൈനസ് 130 എത്രയാ? 50 ഡിഗ്രി അല്ലെ. അപ്പൊ എത്രയാണ്? ഇത് എത്രയായിരിക്കും? ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ 50 ഡിഗ്രി. ഇനി അടുത്തത് നോക്കൂ. അനദർ പ്രോബ്ലം. 1 ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 72 ഡിഗ്രി. ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി. റൈറ്റ് ആംഗിൾ ഒന്നും പറഞ്ഞില്ല അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ ഒന്നും അല്ല അല്ലെ. ഒരു ട്രയാങ്കിളിനെ പറഞ്ഞിട്ടുള്ളൂ. ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്ക് എന്താ 90 ഡിഗ്രി എന്ന് എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ട്രയാങ്കിളിനെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ 72 ഡിഗ്രി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം ആദ്യം അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് എന്താ നമുക്ക് സാധാ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരച്ചു കണ്ടോ. ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു അല്ലെ. അതിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 72 ഡിഗ്രി തന്നു. എവിടെയെങ്കിലും നമുക്ക് ഒരു 72 ഡിഗ്രി അടയാളപ്പെടുത്താം. ഓക്കെ, ഇവിടെ 72 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ 72 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദ അതർ 2 ആംഗിൾസ് ആർ ഓഫ് ഈക്വൽ മെഷർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മറ്റേ 2 ആംഗിളും എന്താണ്? അതായത് ഈ ആംഗിളും ഈ ആംഗിളും അതിന്റെ അതർ ആംഗിൾസ് ആർ ഈക്വൽ മെഷർ. ഇതും ഈക്വൽ മെഷർ ആണ് അല്ലെ. ഇത് എത്രയാണ്? ഇത് 30 ആണെങ്കിൽ ഇത് 30 അല്ലെ. ഇത് 40 ആണെങ്കിൽ ഇത് 40 അല്ലെ. അപ്പൊ എന്താണ്? ഇതും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദെയർ മെഷർ? അങ്ങനെയാണ് ആ മെഷർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ അറിയാം? ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ 3 ആംഗിൾസും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 180 ഈ 72 ഡിഗ്രി കുറയ്ക്കുക അല്ലെ. അപ്പൊ 180 72 കുറച്ചാൽ എത്രയാ? നമുക്ക് 108 എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് എന്ത്? 108. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയത് 108. അങ്ങനെ ആവുമ്പോ എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയ സെയിം നമ്പറാന്നും പറഞ്ഞില്ലേ. അപ്പൊ ഇതിന്റെ പകുതി ആക്കിയാ പോലെ. അപ്പൊ 108ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 54 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 54 ഡിഗ്രി ആണ് അല്ലെ. ഇത് 54, അതുപോലെ ഇതും 54 അല്ലെ. സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ.
അപ്പം കിട്ടിയതിന് നമുക്ക് എന്താ പകുതി അങ്ങ് ആക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഡിഗ്രിന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായില്ല അല്ലേ ചെയ്തത്. സെയിം മെഷർ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ കിട്ടിയതിന് എന്താണ് മൈനസ് ചെയ്തതിന് ശേഷം കിട്ടിയതിനെ പകുതി അങ്ങ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, നൗ ട്രൈ ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ഇനി ഇത് നിങ്ങൾ എന്താക്കണം, മെഷർ തന്നിരിക്കുന്ന മെഷർ വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് നിങ്ങൾ എന്താണ് 5 സെന്റിമീറ്ററിൽ എന്താക്കുക ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ 5 സെന്റിമീറ്റർ എഴുതുക, അളവൊക്കെ എഴുതണം കേട്ടോ. ഇവിടെ 5 സെന്റിമീറ്റർ എഴുതുക. ഇനി നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, ഇത് 40 ഡിഗ്രി അല്ലേ, ഇത് 40 ഡിഗ്രിയിൽ എന്താക്കുക, നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക നീട്ടി വരയ്ക്കുക. ഓക്കെ, 40 ഡിഗ്രി നിങ്ങൾ എന്താക്കുക അവിടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് വരയ്ക്കുക. ഇവിടെ 40 ഡിഗ്രി എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താക്കുക 60 ഡിഗ്രി അളക്കുക. അവിടെ 60 ഡിഗ്രിയിൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കിയത് ആ 60 ഡിഗ്രിയിൽ 60 ഡിഗ്രി ഇത് ടീച്ചർ ജസ്റ്റ് റഫായിട്ടാട്ടോ ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് ഇത് 60 ഡിഗ്രിയിൽ നിങ്ങൾ എന്താക്കുക അവിടെ അളന്നതിന് ശേഷം വരയ്ക്കുക കേട്ടോ. ഇത് 60 ഡിഗ്രിയാണ് വരേണ്ടത്. പിന്നെ ഇത് 40 ഡിഗ്രി കേട്ടോ. ഇത് 40 ഡിഗ്രിയാണ് ഇത് വരേണ്ടത് കേട്ടോ. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്ത് കറക്റ്റ് അളന്ന് എടുക്കുക കേട്ടോ. ഇത് 5 സെന്റിമീറ്ററിന്. ഓക്കെ, ഇത് 5 സെന്റിമീറ്ററിന് എഴുതണം കേട്ടോ. അങ്ങനെയൊക്കെ അളവ് എഴുതണേ. അപ്പം നിങ്ങൾക്ക് വരയ്ക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം എന്താണ്, ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ഡ്രോൺ ഇൻ എ റെക്ടാങ്കിൾ. നോക്കൂ, ഈ റെക്ടാങ്കിളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. എന്താണ് ഈ ട്രയാങ്കിളിന്റെ ഒക്കെ എന്താ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് റെക്ടാങ്കിൾ ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ റെക്ടാങ്കിൾ ആണെങ്കിൽ എന്താണ്, റെക്ടാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം എന്താ അത് എന്താണ് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇത് ഇതാ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ റെക്ടാങ്കിൾ ആവുമ്പോൾ അതിന്റെ 4 ആംഗിൾ എന്താണ് 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ ആവുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ, ഇവിടെ ഇവിടെ 25 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, ഇത് 90 ഡിഗ്രിയാന്ന് നമുക്ക് അറിയാം. അപ്പൊ 90 ഡിഗ്രിയിൽ നിന്ന് 25 നമുക്ക് കുറയ്ക്കുക. അപ്പൊ 90 ഡിഗ്രിയിൽ നിന്ന് 25 കുറച്ചാൽ എത്രയാ 65 ഡിഗ്രി അല്ലേ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടിയ, ഇവിടെ 65 ഡിഗ്രിയാണ് ഇവിടെ കിട്ടുക കേട്ടോ. അപ്പൊ നമുക്ക് 65 ഡിഗ്രി ഇവിടെ എഴുതുക. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇവിടെ നോക്കിയേ, ഇത് 90 ഡിഗ്രിയാണ് അല്ലേ. ഇത് 90 ഡിഗ്രി ആവും, ഇത് 65 ഡിഗ്രി എന്ന് എഴുതണേ. അപ്പൊ ഇത് 90 ഡിഗ്രി ആവുമ്പോൾ ഇതെന്താണ്, ഇത് 40 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെ ആവുമ്പോൾ ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ ഉള്ളിലുള്ള ഈ ആംഗിൾ കിട്ടാൻ എന്താ ചെയ്യുക, 90 നിന്ന് 40 കുറയ്ക്കുക അല്ലേ. അപ്പൊ 90 നിന്ന് 40 കുറച്ചാൽ എത്രയാ, ഇവിടെ 50 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇവിടെ 50 എഴുതുക. ഓക്കെ, ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 50 ഡിഗ്രി. ഓക്കെ, ഈ ഉള്ളിലുള്ള ഈ ആംഗിൾ, ഈ റെക്ടാംഗിളിന്റെ അല്ല ട്രയാംഗിളിന്റെ ഉള്ളിലുള്ളത് 50 ഡിഗ്രിയാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് കിട്ടേണ്ട ആംഗിൾ ഏതാ, ഈ ആംഗിളാണ് അല്ലേ. അപ്പം ഈ ട്രയാംഗിളിന്റെ ഈ ആംഗിൾ നമുക്ക് കിട്ടി, ഈ ആംഗിൾ നമുക്ക് കിട്ടി, ഈ ആംഗിൾ നമുക്ക് കിട്ടി അല്ലേ. ഈ ആംഗിൾ നമുക്ക് കിട്ടി, ഈ ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. അതെങ്ങനെ നമ്മൾ കാണുക, അപ്പൊ നമുക്കറിയാം എന്ത്, ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ആവുമ്പോ നമുക്ക് എന്താണ് 2 ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, മറ്റേ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ എന്താണ് അത് വെച്ചിട്ട് എന്താണ് ഈ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക, ഈ ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അങ്ങനെ ആവുമ്പോ 180യിൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് ഇതിന്റെ സം എന്താക്കുക, എടുത്തിട്ട് 180 നിന്ന് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 180 മൈനസ് 65ഉം 50 കൂട്ടിയ എത്രയാണ് 150 അല്ലേ. 115 അല്ലേ, 115 ആണ് അല്ലേ. അപ്പോൾ 180 മൈനസ് 150 എത്രയാ, യെസ് 65 എന്നല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ 65 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ മെഷറും കാൽക്കുലേറ്റ് ചെയ്ത്, അപ്പം ഇത് മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ
ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണെന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് രണ്ട് ആംഗിൾ, ഒരു ആംഗിൾ തന്നിട്ട് മറ്റു രണ്ട് ആംഗിൾ സെയിം ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താക്കുക 180 എന്ന് കുറച്ചിട്ട് കിട്ടിയ ഉത്തരത്തിന് പകുതിയാക്കിയാൽ മറ്റേ രണ്ടും കൂടി കിട്ടും. ഇനി രണ്ട് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക രണ്ട് ആംഗിളും കൂടി കൂട്ടിയത് ഈ 180 നിന്ന് കുറച്ചാൽ മതി. അപ്പം മറ്റേ ആംഗിൾ കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കിയേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? The top and bottom lines in the figure are parallel. ഇതാക്കണ്ട, ഈ ടോപ്പ് ലൈനും ഈ ബോട്ടം ലൈനും എന്താണ് പാരലൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ആവുമ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ദ ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ ടോപ്പ് ട്രയാങ്കിൾ അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ കാൽക്കുലേറ്റ് ചെയ്യുക ഇതിന്റെ ആംഗിൾ, ഇതിന്റെ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ. അതുപോലെ ടോപ്പ് ട്രയാങ്കിളിന്റെ 3 ആംഗിളും കണ്ടുപിടിക്കണം. ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം. ഹൗ ഡിഡ് യു ഫൈൻഡ് ദിസ്? എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്കറിയാം എന്ത് ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയ എത്രയാണ് 180 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ 2 ആംഗിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 ആംഗിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ആംഗിളും കൂടി കൂട്ടിയത് 180 നിന്നും കുറച്ചാ പോരെ. അപ്പൊ 35 + 45 എത്രയാണ്? 80 അല്ലെ. അപ്പൊ 180 - 80 എത്രയാണ്? 100 അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ 100 ആയിരിക്കും അല്ലെ. ഇവിടെ അപ്പൊ 100 എന്ന് കിട്ടി. ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 100 എന്ന് കിട്ടി അല്ലെ. അങ്ങനെ ആവുമ്പോ ഈ ആംഗിൾ എത്രയാണ് മക്കളെ? അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ പറഞ്ഞാൽ സെയിം ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെയും 100 ആയിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്താണ്? 100 ആണ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇവിടെ 100 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ മുകളിലുള്ള ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്ത മറ്റേ ആംഗിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കുക? ഇത് 100 എന്ന് കിട്ടി. ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതും ഈ ലൈനും എന്താണ്? പാരലൽ ആണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആകുമ്പോ ഇത് 45 ആണെങ്കിൽ ഇത് എത്രയായി? ഇതും 45 ആയില്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ച സംഭവമാണ് അല്ലേ. അപ്പൊ ഇത് എത്രയാണ്? ഇത് 45. വേറെ ഒന്നും നോക്കാനല്ല അല്ലെ, നമ്മൾ പഠിച്ച സംഭവമാണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇത് 45 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ. അങ്ങനെ ആകുമ്പോ ഈ ലൈനിൻ്റെതോ ഇത് 35 ആണെങ്കിൽ ഇത് പാരലൽ ആണ് അല്ലെ. ഈ ലൈനും പാരലൽ ആകുമ്പോ ഇത് നീട്ടി വരച്ചാല് ഇത് 35 ആണെങ്കിൽ നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ 35 ആവും അല്ലെ. അപ്പൊ ഇത് നേരെ ഓപ്പോസിറ്റിൽ ഇത് എന്തായി? ഇതും 35 ആയി അല്ലെ. അപ്പൊ ഇത് 35 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇത് 35 ഡിഗ്രി ആണ് കേട്ടോ. അപ്പം ഒന്നും തെറ്റാനില്ല, നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ ആംഗിൾസ് നമുക്ക് കിട്ടിയില്ലേ. ഇവിടെ 100 ആണ്, ഇതിൻ്റെ ഇവിടെ 100, ഇവിടെ 45, ഇവിടെ 35. മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The left and right side of the large triangle are parallel to the left and right side of the small triangle. എന്താണ് പറഞ്ഞിരിക്കുന്നത്? The left and right sides of the large triangle. ലാർജ് ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള ആ വരകളില്ലേ, ആ സൈഡ് എന്താണ്? പാരലൽ ആണ്. എന്ത്? ഈ ചെറിയ സ്മോൾ ട്രയാങ്കിളിന്റെ ലെഫ്റ്റും റൈറ്റും സൈഡ്സ്. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കത്? ദാ ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. നോക്കൂ, ദാ ഈ ലൈനും ഈ ലൈനും എന്താണ്? പാരലൽ ആണ്. ഓക്കെ, അതേപോലെ എന്താണ് കാണിച്ചു തരാം. ഈ ലൈനും കളർ ചേഞ്ച് വരുത്തിയേ ഉള്ളൂ കേട്ടോ. ഈ ലൈനും എന്താണ്? പാരലൽ ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ പാരലൽ ആണ് അങ്ങനെ പറഞ്ഞു. ഇനി കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ സെയിം ആംഗിൾ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കത് പറഞ്ഞേ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ മറ്റേ 2 ആംഗിളും കണ്ടുപിടിക്കണം. അതുപോലെ എന്താണ്? സ്മോൾ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ഹൗ? എങ്ങനെ കണ്ടുപിടിക്കും? ഇത് 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്, ഇത് 70 ഡിഗ്രിയാണ് തന്നു അല്ലേ. അങ്ങനെയാണ് ഈ ഇതും കണ്ടുപിടിക്കണം. ഇത് എത്രയാണ്? ഇത് ആദ്യം നമുക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇത് നമുക്കറിയാം എന്ത്? ഇത് 180 ഡിഗ്രിയാണ് നമുക്കറിയാം അല്ലേ. ഇങ്ങനെ 180 ഡിഗ്രിയാണുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് 180 ഡിഗ്രിയാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ കിട്ടാൻ എന്താ? 180 ഇത് രണ്ടും കൂടി കൂട്ടി കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 60ഉം 70 എത്രയാണ്?
130 അല്ലേ. അപ്പോൾ 130, അപ്പോൾ 180 130 കുറച്ച് എത്രയാണ് നമുക്ക് കിട്ടുക? ഇവിടെ 50 കിട്ടി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 50 കിട്ടി. ഓക്കെ, ഇവിടെ 50 ഡിഗ്രി കിട്ടി. ഇനി നമ്മളെങ്ങനെ മറ്റേ ആംഗിൾസൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക? ഒന്നൊന്ന് ചിന്തിച്ച് നോക്കൂ മക്കളെ, എന്താ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നോക്കൂ, ഇതുണ്ടല്ലോ, നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കുക. അങ്ങനെ ആകുമ്പോൾ പാരലൽ ലൈൻ ഏതൊക്കെയാണ്? ഈ ലൈനും പിന്നെ ഈ ലൈനുമാണ് അല്ലേ. അത് രണ്ടുമാണ് പാരലൽ ലൈൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താണ്, ഈ ജസ്റ്റ് ഈ ലൈൻ ഇങ്ങനെ മെല്ലെ നീക്കി കൊണ്ടതാണ്. ഈ 50 അടക്കം നീക്കി പോവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പോയാൽ ഇവിടെ എന്താണ്, ഇത് സെയിം അല്ലേ, ഇതും സെയിം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ 50 കിട്ടിയില്ലേ. ഇവിടെ 50 ഡിഗ്രി കിട്ടി. സിമ്പിൾ കണ്ടോ. അപ്പോൾ ഈ ആംഗിൾ എന്ത് കിട്ടി? 50 ഡിഗ്രി കിട്ടി അല്ലേ. ഇനിയോ ഇവിടെ 50 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഈ ആംഗിൾ നമുക്ക് കിട്ടേണ്ടതെന്ന് വിചാരിച്ചോ. ഈ ആംഗിൾ കിട്ടണേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആംഗിൾ കിട്ടണമെങ്കിൽ ഇതും പാരലൽ, ഇതും വന്ന പാരലൽ ലൈൻ എന്ന് പറയുന്നത് അല്ലേ. ഞാൻ വരച്ച് മായ്ച്ചിട്ടില്ല. ഈ പച്ച ലൈൻ രണ്ടുമാണ് പാരലൽ അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ അളവ് നമുക്കറിയാം 60 ആണെന്നുള്ളത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇത് ഇങ്ങനെ മെല്ലെ ഈ 60 അടക്കം ഇങ്ങനെ ഈ അതേപോലെ അങ്ങോട്ട് നീക്കിക്കൊണ്ടതാൽ ഈ അളവ് എത്രയായി? ഇതും പറഞ്ഞേ എത്രയാ? 60 അല്ലേ. എത്രയാണ്? 60 ഡിഗ്രി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 60 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ട്രയാങ്കിളിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെയും 2 ഇഞ്ച് അളവ് കിട്ടി അല്ലേ. ഇനി മൂന്നാമത്തെ അളവുകൾ കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് ഇത് കിട്ടുക? ഇത് കണ്ടുപിടിക്കാൻ സുഖമല്ലേ? എങ്ങനെയാ കണ്ടുപിടിക്കുക? ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ നമ്മൾ എന്താ പറഞ്ഞത്? 180 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആവുമ്പോൾ എന്താണ്, ഇതിന്റെ മറ്റേ 2 ആംഗിളും കൂടി കൂട്ടിയത് എന്താ 180 നമുക്ക് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ ഇവിടെ 50 60 ആണ് അല്ലേ. അപ്പൊ 50 60 കൂട്ടിയ എത്ര? 110 അല്ലേ. 110 എന്താണ്, ഈ 180 നമുക്ക് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 180 110 കുറച്ചാൽ എത്രയാ? 70 ഡിഗ്രി കിട്ടിയപ്പോ സിമ്പിൾ അല്ലേ. ഇവിടെ കിട്ടിയില്ലേ. അപ്പൊ ഈ വലിയ ട്രയാങ്കിളിന്റെ 3 ആംഗിളും കിട്ടി. ഇനി ഈ ചെറിയ ട്രയാങ്കിളിന്റെ 3 ആംഗിൾ കിട്ടണം അല്ലെ. മൂന്നാമത്തെ ഈ ആംഗിൾ കിട്ടണം. എങ്ങനെ കിട്ടും? നമുക്കറിയാം 180 ഡിഗ്രി അല്ലേ. അപ്പൊ ഈ 50 + 60 110 എന്താണ്? 180 മൈനസ് ചെയ്യുക അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അവിടെയും 70 കിട്ടി അല്ലേ. അപ്പൊ നമുക്കിപ്പോ ഈ ട്രയാങ്കിൾസിന്റെ ഒക്കെ ആംഗിൾ കണ്ടുപിടിച്ചില്ലേ. ഇതിന്റെയൊക്കെ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിച്ചില്ലേ. ഇവിടെ ഒക്കെ നിങ്ങൾ ഡിഗ്രി ഇടണം കേട്ടോ. ഒക്കെ ഡിഗ്രി ഇടണേ. നമ്മൾ ആംഗിൾ എന്താണ്, ഇത് ഡിഗ്രി ആംഗിൾ പറയുമ്പോൾ എന്തായാലും ഡിഗ്രി വേണം കേട്ടോ. ഇവിടെയൊക്കെ ഡിഗ്രി ഇട്ടാം. ദെൻ ചെറിയൊരു പൂജ ഇട്ടാൽ മതി കേട്ടോ. അവിടെ ഒരു ചെറിയൊരു പൂജ ഇടേണ്ടത്. ടീച്ചർ ഇത് ഇട്ടാൽ വലിയതായി പോകും, അതുകൊണ്ടാണ് ടീച്ചർ ഡോട്ട് ഇടുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പൊ ഇത് എന്താണ്, ട്രയാങ്കിളിന്റെ ഒക്കെ ആംഗിൾസ് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. മനസ്സിലായി അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ്? എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലോഗ്രാം. എന്താണ്? ഒരു പാരലോഗ്രാമിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ നേരത്തെ വരച്ചിട്ട് ഒരു എന്താണ്, റെക്ടാങ്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു അല്ലെ. ഇതിപ്പോ എന്താണ്, അത് കണ്ടുപിടിക്കാൻ നമ്മൾ 90 ഡിഗ്രി ആണെന്നൊക്കെ നമ്മൾ അറിയാം അല്ലെ. അങ്ങനെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച്. ഇനി ഇത് പാരലോഗ്രാം ആണ് അല്ലെ. അപ്പൊ പാരലോഗ്രാം ആണെങ്കിൽ എന്താണ്, ചെരിഞ്ഞിട്ടുള്ള ഈ വരകളാണ് അല്ലെ. അപ്പൊ ഇതും പാരലാണ്, ഇതും പാരലൽ, ഇതും പാരലാണ്, ഈ ലൈനും പാരലൽ അല്ലെ. അതാണ് പാരലൽ. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഒക്കെ എന്താണ്, ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കുക? ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിളും കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കുക? എങ്ങനെ മക്കളത് കണ്ടുപിടിക്കുക നമ്മള്? സിമ്പിൾ ആണ് അല്ലേ. എങ്ങനെയാ? മറ്റേ റെക്ടാങ്കിൾ ആണെങ്കിൽ 90 ഡിഗ്രി ആയിരുന്നു അല്ലേ. ഇവിടെ എന്താ 90 ഡിഗ്രി ആണോ? അല്ല, അത് പാരലോഗ്രാമാ. അപ്പൊ 90 ഡിഗ്രി ആവൂല അല്ലെ. അപ്പൊ നമുക്ക് അറിയാം എന്ത്, ഇവിടെ 110 ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണെന്നറിയാം അല്ലെ. അപ്പൊ ഇത് 110 ആണെങ്കിൽ ഇതും എത്രയാണ്? ഇത് ഇവിടുന്ന് മൊത്തമായിട്ട് എത്രയാ? ഇത് 110 ആണ് അല്ലെ. അപ്പൊ ഇതും 110 ആണെങ്കിൽ ഇവിടെ ഉള്ളത് എന്തായിരിക്കും? ഇവിടുത്തെ ഈ അളവ് 60 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് ഈ അളവ് കണ്ടുപിടിക്കുക. എങ്ങനെ? ഈ 110 60 കുറച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? 110 60 കുറച്ചാൽ എത്രയാ? 50 ഡിഗ്രി കിട്ടി അല്ലേ. എത്രയാ? 50 ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. ഈ ഫസ്റ്റ് ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 50 ഡിഗ്രി കിട്ടി. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്?
ഇവിടെ 110 ആണ് അല്ലേ. ഇനി നമുക്ക് ഇവിടെ 30 ഉണ്ട്. ഈ ആംഗിൾ എത്രയാണ് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താ എങ്ങനെ കണ്ടുപിടിക്കുക? അത് ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ ഈ ആംഗിളും സെയിം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഇതും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 180 ഈ 110 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 70 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ, ഇവിടെ 70 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഈ 70 നിന്ന് 30 കുറയ്ക്കുക. അപ്പോൾ എത്ര ഇവിടെ കിട്ടി? നമുക്ക് അവിടെ 40 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ 70, ഇത് മൊത്തം 70 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ചെറിയ അളവ് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിന്ന് ഇതങ്ങ് കുറച്ചാൽ മതി അല്ലേ. അപ്പം 70 - 30 എത്രയാണ്? 40 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? ഇവിടെ 40 ഡിഗ്രിന്ന് ഈ ഭാഗം കിട്ടി. ഈ ട്രയാങ്കിളത്ത് 40 ഡിഗ്രിന്ന് നമുക്ക് കിട്ടി. ഇവിടെ 40 ഡിഗ്രിന്ന് കിട്ടി. മനസ്സിലായോ? ഇനി നമുക്ക് ഈ രണ്ടളവ് നമുക്ക് കിട്ടി. ഇനി ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ അളവ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം എന്ത്? ട്രയാങ്കിളിന്റെ 3 അളവും കൂടി കൂട്ടിയാൽ എത്ര? 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് 180 ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 50 + 40 എത്രയാണ്? 90 അല്ലേ. അപ്പൊ 180 - 90 എത്രയാ? 90 തന്നെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഈ മൂന്നാമത്തെ അളവ് എത്ര കിട്ടി? 90 കിട്ടി. ഓക്കെ, 90. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ അളവും കിട്ടി. കണ്ടോ? അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് ഇത്രയോ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ വലിയ ഇത് പേടിക്കൊന്നും വേണ്ട. ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ചിത്രം വരച്ചതാക്കിയാലും നമുക്ക് എന്താക്കുക? സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ അളവ് 40, ഈ അളവ് 50, ഈ അളവ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഈ പഠിച്ച കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ വരുന്നത്? ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ എന്താക്കുക? മനസ്സിലാവാത്ത ഭാഗം ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ടീച്ചർ പറയുന്നത് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.